വന്യസൗന്ദര്യത്തിൻ്റെയും അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാലും സമ്പന്നമായ സംസ്കാരത്തിൻ്റെയും നാടായ കെനിയയിലൂടെയായിരുന്നു എൻ്റെ യാത്ര. 5 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള 8 പേരുടെ ഒരു സംഘമായിരുന്നു ഞങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗെയിം റിസർവുകളിലൊന്നായ മസായി മാരയിലൂടെയുള്ള സഫാരി അതൊരു അനുഭവം തന്നെയായിരുന്നു. ഒരു കൂട്ടിലെന്ന പോലെ നമ്മൾ സഫാരി വാഹനത്തിലും വന്യമൃഗങ്ങൾ പുറത്തും എവിടെ നോക്കിയാലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ. തണലിൽ വിശ്രമിക്കുന്ന സിംഹങ്ങൾ, സ്വതന്ത്രമായി അലഞ്ഞു നടക്കുന്ന ജിറാഫുകൾ, ഗാംഭീര്യമുള്ള ആനകൾ, ശക്തവും എന്നാൽ ശാന്തരുമായ കണ്ടാമൃഗങ്ങൾ. ഓരോ നിമിഷവും ഒരു ഡോക്യുമെൻ്ററിയിലെ രംഗം പോലെ തോന്നിച്ചു. അതുപോലെ കാടിൻ്റെ നിശബ്ദതയിൽ വന്യജീവികളുടെ ശബ്ദം കേട്ട് അവിടെയുള്ള ക്യാമ്പുകളിലെ താമസം അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഗോത്രവിഭാഗമായ ഒരു മസായി ഗ്രാമം സന്ദർശിച്ചപ്പോൾ അനുഭവം കൗതുകമുണർത്തുന്നതായിരുന്നു. അവരുടെ സംസ്കാരം, നൃത്തങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ. മസായിമാരയിൽ നിന്ന് നക്കുരു തടാകവും നൈവാഷയും ഞങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിച്ചത്. ഞങ്ങൾ നോക്കിയ എല്ലായിടത്തും പ്രകൃതി സജീവമായിരുന്നു. സ്വതന്ത്രമായി അവരുടെ ആവാസ വ്യവസ്ഥയിൽ വിഹരിക്കുന്ന വന്യജീവികൾ. എവിടെ നോക്കിയാലും മനസ്സും ശരീരവും നിറയ്ക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ. ഒടുവിൽ നഗരജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും ഒരു സമ്പൂർണ്ണ മിശ്രിതമായ തലസ്ഥാന നഗരമായ നൈറോബിയിലെ കാഴ്ചകൾ നിരവധിയായിരുന്നു. ഈ യാത്ര വെറും കാഴ്ചകൾ കാണുന്നതിനപ്പുറം പ്രകൃതിയുമായി ബന്ധപ്പെടുന്നതിനെക്കുറിച്ചും അത്ഭുതകരമായ ആളുകളെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചും മറക്കാനാവാത്ത നിമിഷങ്ങൾ ശേഖരിക്കുന്നതിനെക്കുറിച്ചുമായിരുന്നു. കെനിയ എല്ലാ വിധത്തിലും എന്നെ അത്ഭുതപ്പെടുത്തി. അതിൻ്റെ വന്യജീവികൾ, സംസ്കാരം, ആളുകൾ എല്ലാ ദിവസവും ഒരു സാഹസികതയായിരുന്നു. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ സവിശേഷമായ കഥ പറയാനുണ്ടായിരുന്നു. 8 ദിവസങ്ങൾ നീണ്ട കെനിയയിൽ എൻ്റെ യാത്രാനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺഡ്.